ഇന്ന് നമുക്ക് അങ്കമാലി മഞ്ഞപ്ര ഭാഗത്തുള്ള മാങ്ങാക്കറി എങ്ങനെയാണെന്ന് നോക്കാം. ഞങ്ങളുടെ തനതായ ശൈലിയിലുള്ള മാങ്ങാക്കറി. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ചുവന്നുള്ളി, സവാള, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, വലിയൊരു തേങ്ങ, പിന്നെ ചൊറുക്കയും വേണം, വെളിച്ചെണ്ണയും വേണം. ചൊറുക്ക എന്ന് പറഞ്ഞാൽ വിനീഗർ, പിന്നെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചോപ്പ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതെടുത്ത് മിക്സിയിലിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. കാരണം പട്ടക്കയം കൊണ്ടാണ് നല്ലപോലെ തിരുമ്മി പാലെടുക്കും. ഇപ്പം മിക്സി വന്നതിന് ശേഷം മിക്സിയിലിട്ടാണ് പരിപാടികൾ. അപ്പം നമുക്ക് 1 പാൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു 2.25 ഗ്ലാസ്, ഒരു ചെറിയ ഗ്ലാസ്സാണ്, 100 ml കൊള്ളുന്നൊരു ചെറിയ ഗ്ലാസ്സിൽ ഞാൻ 2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് ആദ്യത്തെ പാലിന് 1 പാലിന് വേണ്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൽ ഒരുപാട് തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 പാലിന് വേണ്ടി ഒരു 4 ഗ്ലാസ് വെള്ളവും 3 പാലിന് വേണ്ടി ഒരു 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കണം. 3 പാൽ ചിലപ്പോഴൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. കറി കൂടുതൽ വേണം അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലാണെങ്കിൽ മാത്രം ഒഴിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഞാനൊരു മൺചട്ടിയിലേക്ക് അരിഞ്ഞെടുത്ത എല്ലാ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് സ്കൂപ്ഡ് ടീസ്പൂണ് ഇതെടുത്ത് ഉപ്പെടുത്ത് നല്ല പോലെ ഒന്ന് തിരുമ്മി വഴറ്റിയതുപോലെ നല്ല പോലെ നമ്മൾ ഞെരടിയെടുക്കണം. കാരണം നമ്മൾ ഉള്ളി അധികം അങ്ങനെ വേവിക്കുന്നില്ല. അതിന് ശേഷമാണ് പച്ചമുളക് ഇടുള്ളൂ. അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കഴിയുമ്പോൾ കൈ ഒന്ന് ഇതാവാനായിട്ട് പുകയാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ 3 ടീസ്പൂണ് വിനീഗർ ഒഴിച്ചു, 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണത്. കൈ കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ നമുക്ക് പുകയില്ല. ഞാൻ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പുകയാൻ സാധ്യതയില്ല. പിന്നെ മസാലപ്പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ 3 പൊടികളും ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഞെരടിയെടുക്കുക. ഈ കൈ വെച്ച് ഞെരടുന്നതാണ് കറിയുടെ ടേസ്റ്റ്. അപ്പോൾ നല്ലപോലെ ഞെരടിയെടുക്കുക. ഇനി എന്നിട്ട് ഞാൻ 2 പാലാണ് ചേർക്കുന്നത്. 2 പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചും നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് അത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടുപ്പിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം പാല് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വിനീഗർ ഒഴിച്ചതിൻ്റെ പുളിയുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലായതുകൊണ്ട് പിരിയാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടിയും വിനീഗറും കൂടെ തിരുമ്മി നമ്മൾ അരിഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ തിരുമ്മി വയ്ക്കുവാണെങ്കിൽ നല്ല പുളി കിട്ടും. ഈ മാങ്ങയ്ക്ക് ആവശ്യമായ പുളിയുണ്ട്. അപ്പോൾ ഞാൻ മാങ്ങ ഇട്ടു. മാങ്ങ ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗാർണിഷിങ്ങിനുള്ള ഐറ്റംസ് റെഡിയാക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വേറെ 2 പാത്രങ്ങൾ ഞാൻ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് കറി പകർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഗാർണിഷിങ്ങിന് മുമ്പ് തന്നെ പകർത്തണം. അതുപോലെ ഞാൻ 3 പാൽ ഒഴിച്ചു. കാരണം നല്ല തിക്കായിട്ടുണ്ട് ചാറ്. അപ്പോൾ 3 പാൽ 2 ഗ്ലാസ് കൂടി ചേർത്തു. അപ്പോൾ ചൊറുക്ക അല്പം കുറവ് പോലെ ടേസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ ഒരു വലിയ ടീസ്പൂൺ ചൊറുക്കയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. മാങ്ങ ഒരുവിധം വേവായി. ഇനി നമ്മൾ 1 പാൽ മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 1 പാൽ ഒഴിക്കാൻ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് പതുക്കെ ഒരു തിള വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ തിള വന്നിട്ടുണ്ട്, മാറ്റി വെച്ചു. ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഗാർണിഷിങ്ങിൻ്റെ ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടുന്നുണ്ട്. അത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ്, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 3 ആയിട്ട് പകർത്തി വെച്ചിട്ടുണ്ട്, 3 പാത്രത്തിൽ. ആ 3 പാത്രത്തിലേക്കും ഗാർണിഷിങ് ചെയ്ത് പെട്ടെന്ന് ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് മൂടി വയ്ക്കുക. അതിന് ശേഷം അത് തുറന്നിട്ട് നമ്മൾക്ക് ഏതെങ്കിലും തൊട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് സ്റ്റീം പോകത്തക്ക രീതിയിൽ അടച്ചു വയ്ക്കാവുള്ളൂ. ചൂടോടുകൂടി അടച്ചു വയ്ക്കരുത്. ആ ഗാർണിഷിങ്ങിൻ്റെ ടേസ്റ്റ് സ്മെല്ലും അതിലേക്ക് വരാൻ വേണ്ടി മാത്രം ഒന്ന് മൂടിയിട്ട് അത് തുറന്ന് എന്തെങ്കിലും തൊട്ടി എന്തെങ്കിലും ഇട്ട് മൂടുക. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി 3 ദിവസത്തേക്കുള്ള മാങ്ങാക്കറി റെഡിയാണ്. ഇവിടങ്ങളിൽ ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ സദ്യയ്ക്കൊക്കെ മാങ്ങാക്കറിയാണ് ഒഴിച്ചു കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഈ മാങ്ങാക്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. ഒറിജിനൽ മാങ്ങാക്കറി തന്നെ ഉണ്ടാക്കണം. അങ്ങനെ വെരി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറി റെഡി.